സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിലെ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പടം പത്രങ്ങളിൽ വരികയുണ്ടായി. ആ മനുഷ്യൻ പഞ്ചാബിലെ പ്രസിദ്ധമായ ഒരു ആരാധനാലയത്തിലെ ചെരുപ്പുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഉള്ളൊരു പരിഹാരക്രിയയായിട്ടാണ് ചെയ്യുന്നത്. അന്ന് വാർത്താമാധ്യമങ്ങളിൽ ആ വാർത്ത വളരെ ശ്രദ്ധേയമായ ഇടം നേടിയ ഒന്നായിരുന്നു. മനുഷ്യൻ അവൻ്റെ തെറ്റുകൾക്ക് പരിഹാരം വരുത്തുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ ആഗ്രഹമുള്ളവനും അതിനുവേണ്ടി അധ്വാനിക്കുന്നവനുമാണ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ട മറ്റൊരു കാര്യം പറയാം. ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് സമീപം ഞാൻ എത്തിയപ്പോൾ വളരെ ഭാരമേറിയ മതചിഹ്നങ്ങളും ചുമന്നുകൊണ്ട് ആളുകൾ മല കയറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. വളരെ അധ്വാനം കഴിച്ച് വളരെ കഷ്ടപ്പെട്ട് ചില സാധനങ്ങൾ, വളരെ ഭാരമേറിയ ചില സാധനങ്ങളും ചുമന്നുകൊണ്ട് അവർ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, തങ്ങളുടെ തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തം വരുത്തണം. മനുഷ്യൻ അവൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ആഗ്രഹമുള്ളവനും അതിനെക്കുറിച്ച് ചിന്തയുള്ളവനുമാണ്. അതിനുവേണ്ടി അധ്വാനിക്കാൻ മനസ്സുള്ളവനാണ്. തങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വരുത്തേണ്ടത് ആവശ്യമുണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും അവർക്കുണ്ട്. അതിനുവേണ്ടി പല പരിപാടികൾ ആളുകൾ ആസൂത്രണം ചെയ്യാറുണ്ട്. പ്രധാനമായും ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അവരവർ ഉൾപ്പെട്ട് നിൽക്കുന്ന മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളും ക്രിയകളും ആളുകൾ ചെയ്യും. മറ്റൊന്ന്, ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യും. ഇങ്ങനെ രണ്ട് പ്രക്രിയകളിലൂടെ, രണ്ട് തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വരുത്താമെന്നും തങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരമുണ്ടാകുമെന്നും ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യയാണ് നാം ജീവിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. തെറ്റുകളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അവരതിനു വേണ്ടി മതാചാരപ്രകാരം പണം മുടക്കാൻ തയ്യാറാണ്, മതാചാരപ്രകാരം അധ്വാനിക്കാൻ തയ്യാറാണ്.
മതാചാരപ്രകാരം തങ്ങളുടെ സമയം അതിനുവേണ്ടി വേർതിരിക്കുവാൻ തയ്യാറാണ്. അവർ ദീർഘദൂര യാത്രകൾ നടത്താറുണ്ട് തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി. അവർ കഷ്ടപ്പെട്ട് നോയമ്പെടുത്ത് പല പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് തങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടി. അവർ തങ്ങളുടെ തെറ്റുകളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അവരുടെ മതം പറയുന്ന അനവധി ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും കടന്നുപോയതിനു ശേഷം അങ്ങനെ കടന്നുപോയ മനുഷ്യരോട് ചോദിക്കുക, നിങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം വന്നോ എന്ന് ചോദിച്ചാൽ അതിന് നിശ്ചയമില്ലാത്തവരായി, അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലാത്തവരായി, ഉറപ്പില്ലാത്തവരായി തീരുന്ന ആളുകളായിട്ട് തന്നെ അവരെ വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ കഷ്ടപ്പെട്ടതിന് വേണ്ടിയാണ്, ഇവർ അധ്വാനിച്ചതിന് വേണ്ടിയാണ്, ഇവർ പണം മുടക്കി യാത്രകൾ നടത്തിയത് എന്തിനു വേണ്ടിയാണ്? തങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്, തങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ അവർ മുടക്കിയ പണത്തിനും അവർ നടത്തിയ കഷ്ടപ്പാടിനും അവർക്കുണ്ടായ അധ്വാനത്തിനും ഒന്നും അവരുടെ തെറ്റുകൾക്കൊരു പരിഹാരം വരുത്തുവാൻ സാധിച്ചില്ല എന്ന് അവരുടെ പ്രവൃത്തികൾ തന്നെ പിന്നീടുള്ള പ്രവൃത്തികൾ വീണ്ടും തെളിയിക്കുകയാണ്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ കുറ്റബോധത്തിനും അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധത്തിനും ഒന്നും പരിഹാരം വരുത്തുവാൻ അവൻ്റേതായ മതകർമ്മങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമായിട്ടിരിക്കുന്നു. ചില പുണ്യസ്ഥലങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലേക്കുള്ള വരുമാനം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. വളരെ വലിയ വരുമാനങ്ങൾ ഉള്ള പുണ്യസ്ഥലങ്ങളുണ്ട്. അങ്ങനെ പുണ്യസ്ഥലങ്ങളിൽ അത്രയും വരുമാനം ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് അവരുടെ ഭക്തന്മാരായ ആളുകൾ തങ്ങളുടെ പണവും അധ്വാനവും മുഴുവതിനു വേണ്ടി മുടക്കി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാനും തങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം വരുത്തുവാനും പ്രായശ്ചിത്തം കഴിക്കുവാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തങ്ങളുടെ പാപത്തിന് പരിഹാരം വരും, തങ്ങൾക്കൊരു പ്രായശ്ചിത്തം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആളുകൾ പലതും മുടക്കുവാനും അധ്വാനിക്കാനും തയ്യാറാകുന്നതാണ്. പക്ഷേ വാസ്തവം എന്ന് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, എൻ്റെയും നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏതെങ്കിലും മതകർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം വരുത്താമെന്ന് ഒരിടത്തും വാക്ക് തന്നിട്ടില്ല. ദൈവം വാക്ക് തരാത്ത, ദൈവം കൽപ്പിക്കാത്ത പരിഹാര മാർഗങ്ങളുമായി ദൈവസന്നിധിയിൽ എന്ന് കരുതുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന മനുഷ്യരെ നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. ദൈവം പറയാത്ത പരിഹാര മാർഗങ്ങളുമായിട്ട് ഒത്തിരി സ്ഥലങ്ങളിലൂടെ അലഞ്ഞുതിരിയുന്ന ആളുകളെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സ്നേഹിതരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആരോടാണ് പ്രശ്നമുള്ളത് അവരുടെ അടുക്കൽ തന്നെ ചെല്ലേണ്ട ആവശ്യമുണ്ട്. അവരുമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. അവർ പറയുന്ന പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഒരു വ്യക്തിക്ക് ഒരു നഷ്ടം വരുത്തിയാൽ, ഞാനൊരു വ്യക്തിക്ക് ഒരു പ്രയാസം സൃഷ്ടിച്ചാൽ പരിഹാരം പറയേണ്ടത് ആർക്കാണ് നഷ്ടം വരുത്തി അയാൾ പറയണം പരിഹാരം വേണ്ട ആർക്കാണ് നാം ബുദ്ധിമുട്ടുണ്ടാക്കി അവർ പറയണം പരിഹാരം. പകരം തെറ്റുകാരനായ വ്യക്തി സ്വയം പരിഹാരം പറയുവാനായിട്ട് ശ്രമിച്ചാൽ അത് തെറ്റിന് പരിഹാരമാവുകയില്ല തന്നെ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായിട്ട് തെറ്റുകൾ ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനെതിരെ ആയതുകൊണ്ട് പരിഹാരം പറയേണ്ടവനും ദൈവം തന്നെയാണ്. മതത്തിൻ്റെ ആചാരങ്ങളും ദൈവവുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന് പറയേണ്ടത് ആവശ്യമായിട്ട് വരും. മതത്തിൻ്റെ ആചാരങ്ങളും ദൈവവുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് പറഞ്ഞ ഒരു തത്വശാസ്ത്രത്തെ നമുക്ക് പരിചയമുണ്ട്. മതവും മനുഷ്യനും ദൈവവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുന്നുവെന്ന് ആൾ ചിന്തിക്കുന്നുവെങ്കിലും കാര്യമായ ബന്ധമൊന്നും സൂക്ഷ്മ വീക്ഷണത്തിൽ കാണുവാനായിട്ട് സാധിക്കില്ല. മതം ദൈവത്തിലേക്ക് ആളുകൾ എത്തിക്കാമെന്ന് പറയുന്ന സംവിധാനമാണെങ്കിലും മതത്തിലൂടെ ദൈവത്തിലെത്തുമെന്ന് ഉറപ്പ് പറയുന്ന ഒരു മതസംവിധാനം ലോകത്തിലില്ല. ലോകത്തിലെ ഏത് മതസംവിധാനങ്ങളുടെ പുറകെ പോയാലും അവരുടെ മതസംവിധാനത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുഴുവൻ അനുഷ്ഠിച്ചാലും നിങ്ങൾക്കിതുകൊണ്ട് ആത്മരക്ഷ ഉറപ്പായോ, ഇതൊരു നല്ല ദൈവം ഉറപ്പായോ എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പൊന്നും പറയില്ല കേട്ടോ. സാധ്യതയുണ്ടെന്ന് മാത്രം പറയുള്ളൂ. സാധ്യതകളെക്കുറിച്ച് മാത്രമേ അവർ പറയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക, ഇതുപോലെ അധ്വാനിച്ച് നോക്കുക, അതുപോലെ പ്രവർത്തിച്ച് നോക്കുക, ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കും, ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വന്നേക്കുമെന്ന് മാത്രം പറയുന്ന മതസംവിധാനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് ഏത് മതത്തിൻ്റെ മതസംവിധാനങ്ങൾ എടുത്താലും അങ്ങനെ തന്നെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ മതസംവിധാനങ്ങളെല്ലാം മനുഷ്യൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുന്ന പരിപാടികളല്ല, മനുഷ്യൻ്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള അവരുടെ സാധ്യതകൾ പറയുന്ന, ഒരു പക്ഷേ അവരുടെ ചിന്തകൾ പറയുന്ന, ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയായിരിക്കാമെന്ന് പറയുന്ന, ശരിയായേക്കുമെന്ന് ചിന്തിക്കുന്ന സംവിധാനങ്ങൾ മാത്രമായിട്ട് അവ ഇരിക്കുന്നു. പിന്നീട് മനുഷ്യർ സാധാരണഗതിയിൽ അവരുടെ തെറ്റുകളുടെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ടാമത്തെ മാർഗ്ഗമാണ് അവരുടെ സൽപ്രവൃത്തികളുടെ വഴിയെന്ന് പറഞ്ഞാൽ. നന്നായിട്ട് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് തങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം വരുത്താൻ പ്രായശ്ചിത്തം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ലോകത്തുള്ള ആളുകൾ. അവരതിനുവേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പുണ്യപ്രവൃത്തി ചെയ്ത് പല ഉദ്ദേശത്തിന് വേണ്ടി ആൾ ചെയ്യാറുണ്ട്. സൽപ്രവൃത്തി ചെയ്ത് അത് പേര് സമ്പാദനത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. ആളുകളോടുള്ള കാരുണ്യ നിമിത്തം സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റു ചിലർ സൽപ്രവൃത്തി ചെയ്യുന്നത് ഇതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം, തങ്ങളുടെ തെറ്റുകൾക്കൊരു പരിഹാരമുണ്ടാകണം, തങ്ങൾക്കൊരു നല്ല ദൈവബന്ധം ഉണ്ടാകണം, ദൈവാനുഗ്രഹം ജീവിതത്തിലേക്ക് ഉണ്ടാകണം, ആത്യന്തികമായി ദൈവസന്നിധിയിൽ എത്തണമെന്ന ഉദ്ദേശത്തോടെ സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളെയും കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ നല്ല ഉദ്ദേശത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ധാരാളം സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളെ നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ ഒരു കൂട്ടം ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് പരിചയമുള്ള ചില സ്നേഹിതർ ചില നാളുകൾക്ക് മുമ്പ് അവർ ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത് പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന യാചകർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുവാനായിട്ട് പോയി.
അവിടെ ഭക്ഷണമൊക്കെ അവർ തയ്യാറാക്കി യാചകരേക്ക് വിളിച്ചെടുത്ത് ഈ ഭക്ഷണമൊക്കെ വിളമ്പി വന്നപ്പോഴത്തേക്കും അല്പം താമസിച്ചു പോയി. ഈ യാചകരോട് ചൂടായി. രാജാക്കർ അവരോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതെല്ലാം ശരിയായതിനു ശേഷം ഞങ്ങളെ വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അവർക്ക് അവിടെ നല്ല ബിസിനസ് നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് കൊണ്ടിരുത്തി അവരുടെ ബിസിനസ് കളക്ഷൻ്റെ സമയം ഇവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രിയ സഹോദരൻ, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ യഥാർത്ഥത്തിൽ സൽപ്രവൃത്തിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ഉദ്ദേശിക്കുന്ന വിധം നല്ല പ്രവൃത്തിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയുന്ന ആളുകളാണ് മനുഷ്യർ. പക്ഷേ നമ്മുടെ നല്ല പ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രയോഗമുണ്ട്. യെശയ്യാവിൻ്റെ പ്രവൃത്തി ദൈവം പറയുകയാണ്, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണെന്ന്. നമ്മുടെ മുഴുവൻ ജീവിതത്തെ നോക്കിയിട്ട് ഈ ജീവിതത്തിൽ ഒത്തിരി കറകളുണ്ടല്ലോ മക്കളെ എന്ന് ദൈവം പറഞ്ഞ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. എന്നാൽ നമ്മുടെ മൊത്തം ജീവിതത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ചെയ്തു എന്ന് പറയുന്ന, നമ്മൾ പ്രവർത്തിച്ചു എന്ന് പറയുന്ന നല്ല കാര്യങ്ങളെ ദൈവം എടുത്ത് നോക്കിയിട്ട് പറയുകയാണ്, മക്കളെ ഇതിൻ്റെ അകത്ത് ഒത്തിരി കറകളുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ എന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിൽ ഒരു നല്ല കാര്യവും ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മൾ എന്നുള്ളത് ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള, നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു യാഥാർത്ഥ്യമായിട്ടിരിക്കുന്നു. നമുക്കൊരു നല്ല കാര്യം ചെയ്ത് ഇതുകൊണ്ട് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. മനുഷ്യർ ചെയ്യുന്ന മറ്റൊരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം ഇതിൽ പ്രസാദിക്കും, അതുകൊണ്ട് ദൈവം അവസാനം എന്ത് ചെയ്യും? ഈ നല്ല പ്രവൃത്തികളും ഈ തിന്മ പ്രവൃത്തികളും നോക്കിയിട്ട് നന്മ പ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ ദൈവസന്നിധിയിലേക്കും, തിന്മ പ്രവൃത്തിയാണ് കൂടുതലെങ്കിൽ നരകത്തിലേക്കും മനുഷ്യനെ തള്ളിക്കളയും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പൊതുവെ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മ പ്രവൃത്തികളുണ്ട് എന്ന് നോക്കിയിട്ടല്ലല്ലോ ശിക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളുടെ എണ്ണം എത്രയുണ്ടെന്നും നോക്കേണ്ട ആവശ്യമില്ല. തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന ഏക കാരണം മാത്രം നോക്കിയാൽ മതി ശിക്ഷയ്ക്ക് അർഹനാണോ അല്ലയോ എന്ന് പറയുവാനായിട്ട്. ഒരു വ്യക്തി തെറ്റുകാരനായി കോടതിയിൽ ചെന്നിട്ട് അവിടെ അവൻ എത്ര നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. എന്ന് വെച്ചാൽ നീതിയുടെ പ്രമാണം നോക്കുന്നത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, നന്മയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം വരുത്താമെന്നും ദൈവരാജ്യത്തിന് അവകാശിയായി തീരാമെന്നുമുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഒരു വ്യാമോഹം മാത്രമാണ് എന്ന് പറയേണ്ടത് ആവശ്യമായിട്ട് വരും. പ്രിയ സഹോദരൻ, വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. എത്ര നന്നായി ജീവിച്ചു എന്ന് വന്നാലും തെറ്റുകൾക്ക് അതുകൊണ്ട് പരിഹാരം വരുന്നില്ല എന്നുള്ളത്, എത്ര മതകർമ്മങ്ങൾ ചെയ്താലും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരം വരുന്നില്ല എന്നുള്ളത് തികച്ചും ദുഃഖകരമായ യാഥാർത്ഥ്യം തന്നെയാണ്. ശരിയായ പരിഹാര മാർഗം കണ്ടെത്തുന്നവരെ. ഇപ്പോൾ മനുഷ്യൻ്റെ തെറ്റുകൾക്ക് എങ്ങനെ പരിഹാരം വരാമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന വാക്യങ്ങളുമുണ്ട്. എന്നാൽ എങ്ങനെ പരിഹാരം വരികയില്ല എന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്താൽ പരിഹാരം വരികയില്ലെന്ന് പറയുന്നുണ്ട്. ആ വാക്യം ഇതാണ്. അതിനെക്കുറിച്ച് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ് 2 അതിനകത്ത് വരും. ഒരു മത ആചാരങ്ങളുടെ ഭാഗമുണ്ട്, 2 സൽപ്രവൃത്തികളുടെ ഭാഗമുണ്ട്. പഴയ നിയമത്തിലെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ അവിടെ പെരുന്നാളുകളുണ്ട്, ഉത്സവങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്, യാഗങ്ങളുണ്ട്. ആചാരങ്ങളാൽ സമ്പുഷ്ടമായ, ആചാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മത സംവിധാനത്തെ പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിന് വേറൊരു വശമുണ്ട്, സൽപ്രവൃത്തികളുടെ വശം. കൂട്ടുകാരനെ സഹായിക്കണമെന്ന് പറയുന്ന വശമുണ്ട്, സഹോദരനോട് പലിശ വാങ്ങരുതെന്ന് പറയുന്ന വശമുണ്ട്, പണയം വാങ്ങിയാൽ സന്ധ്യയ്ക്ക് മുമ്പ് തിരികെ കൊടുക്കണമെന്ന് പറയുന്ന വശമുണ്ട്, കൂട്ടുകാരൻ്റെ കാളയോ കഴുതിയോ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവനെ സഹായിക്കണമെന്ന് പറയുന്ന വശമുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൽപ്രവൃത്തികളുടെ ഒരു വശമുണ്ട്, മതാചാരങ്ങളുടെ വശമുണ്ട്. ഇതിനെ 2ഉം കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇനി എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് പറയുന്ന വേദഭാഗം ദൈവത്തിൻ്റെ വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വരുന്നതെന്ന് പറയുന്ന വേദഭാഗം ദൈവത്തിൻ്റെ വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. റോമാലേഖനം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കാൽവരിയിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കാൽവരി രക്തത്തിൽ കുളിച്ച് രക്തമൊഴി കിടക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. രക്തം മൂലം പ്രായശ്ചിത്തം വരുന്ന, തൻ്റെ മരണം മൂലം പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നൂറുകണക്കിന് വാക്യങ്ങളിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തെറ്റുകൾക്ക് എങ്ങനെ പരിഹാരം വരുത്താമെന്ന് വളരെ വ്യക്തമായി സംസാരിക്കുന്ന വാക്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച വാക്യങ്ങൾ.
ഇവിടെ അപ്പസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനെ ദൈവം രഹസ്യമായല്ല നിർത്തിയ, പരസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ചരിത്രത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ബൈബിളിലേക്ക് നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും തെറ്റുകളുടെ പകരക്കാരനായി പരിഹാരം വരുത്തുവാനായിട്ട് കുരിശിൽ നമുക്ക് പകരം മരിക്കാൻ തയ്യാറായ, എൻ്റെ തെറ്റുകളുടെ സ്ഥാനത്ത് നിങ്ങളുടെ തെറ്റുകളുടെ സ്ഥാനത്ത് നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി കുരിശിൽ മരിക്കുവാൻ തയ്യാറായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് മരിക്കാൻ തയ്യാറായത്? എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് ഒരു പകരം മരണം മരിക്കാൻ തയ്യാറായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാൽവരി ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത് തൻ്റെ തെറ്റുകളുടെ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല എന്ന് ചരിത്രം അറിയാവുന്ന, ബൈബിൾ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. പിന്നീട് എന്തിനു വേണ്ടിയാണ്? അതൊരു പകരം മരണമായിരുന്നു എന്ന് വളരെ നന്നായി ദൈവത്തിൻ്റെ വചനം വിശദീകരിക്കുന്നുണ്ട്. നൂറുകണക്കിന് വാക്യങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും നന്നായി വിശദീകരിച്ച വ്യക്തിയിൽ ഒരാൾ യേശുക്രിസ്തു തന്നെയാണ്. തൻ്റെ മരണത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനാണ് വന്നതെന്ന് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. താൻ ഈ ഭൂമിയിലേക്കൊന്നും അത്ഭുതങ്ങൾ ചെയ്യാനല്ല, താൻ ഈ ഭൂമിയിലേക്കൊന്നും അടയാളങ്ങൾ ചെയ്യുവാനല്ല, രോഗികളെ സൗഖ്യമാക്കുവാനല്ല, ഇതെല്ലാം കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വരവിൻ്റെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല, എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ ശിക്ഷ നമുക്ക് പകരം ക്രൂശിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു നീചപാപിയെ പോലെ അവൻ പിടഞ്ഞു മരിച്ചു. കാൽവരിയിലെ കുരിശിൽ എനിക്കും നിങ്ങൾക്കും പകരമാണ് കർത്താവ് മരിക്കുവാൻ തയ്യാറായത്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, നമ്മുടെ തെറ്റുകൾക്ക് മതകർമ്മങ്ങൾ കൊണ്ട് വരുത്തുവാൻ സാധിക്കാത്ത പരിഹാരമാർഗം, നമ്മുടെ തെറ്റുകൾക്ക് സൽപ്രവൃത്തികൾ കൊണ്ട് വരുത്തുവാൻ സാധിക്കാത്ത പരിഹാരമാർഗം കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി വരുത്തി. നമ്മുടെ തെറ്റുകൾക്ക് നമ്മുടെ മതകർമ്മങ്ങൾ കൊണ്ട് പരിഹാരം വരുത്തുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ ക്രിസ്തുവിന് അത് പറഞ്ഞാൽ മതിയായിരുന്നു. പഴയ നിയമത്തിൽ ആചാരനിബിഡമായ ഒരു മതസംവിധാനം നൽകിയ ഈ കർത്താവ് തന്നെയാണ് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ തെറ്റുകളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറാകുന്നത്. നൂറുകണക്കിന് വഴിപാടുകളും നേർച്ചക്കാഴ്ചകളും യാഗങ്ങളും അർപ്പിച്ചു വരുന്ന ഇസ്രായേലിൻ്റെ നടുവിൽ തന്നെയാണ് അവരുടെ തെറ്റുകളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിക്കുവാനായിട്ട് ക്രിസ്തു കടന്നു വരുന്നത്. നമ്മുടെ വഴിപാടുകളും നേർച്ചക്കാഴ്ചകളും നമ്മുടെ പുണ്യപ്രവൃത്തികളും നമ്മുടെ പാപങ്ങൾ പരിഹാരം വരുത്തുമായിരുന്നെങ്കിൽ ക്രിസ്തുവിന് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ മതിയായിരുന്നു. മക്കളെ, നിങ്ങൾ നന്നായിട്ട് ജീവിക്ക്, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യ്, നിങ്ങൾ രക്ഷപ്പെട്ടു പോരും. മക്കളെ, നിങ്ങൾ ഇന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്ക്, ഇന്ന ആചാരങ്ങളൊക്കെ ചെയ്യ്, നിങ്ങളുടെ ജീവിതം ശരിയാകും, ഒരു നല്ല ദൈവബന്ധം ഉണ്ടാകും, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. പറഞ്ഞില്ല കേട്ടോ, പറഞ്ഞില്ല. പറയാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു മരിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നത്. നമ്മുടെ തെറ്റുകൾക്ക് നമ്മുടേതായ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും പരിഹാരം വരുമായിരുന്നെങ്കിൽ ക്രിസ്തുവിന് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ക്രിസ്തു മരിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ തെറ്റുകൾക്ക് ഇതല്ലാതെ വേറൊരു പരിഹാരമാർഗമില്ലെന്നാണ്. നമ്മുടെ തെറ്റുകൾക്ക് വേറെ ഒരു വഴിയും അവശേഷിക്കുന്നില്ലെന്നാണ്. വേറെ ഏതെങ്കിലും ഒരു വഴി അവശേഷിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന് ക്രൂശിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രക്ഷകന് കാൽവരിയിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ കൈകാലുകളിൽ ആണികൾ തറയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മുടെ തെറ്റുകൾക്ക് മറ്റ് പരിഹാരമാർഗങ്ങളൊന്നുമില്ല എന്ന് വിളിച്ചറിയിക്കുന്ന ഒന്നുകൂടിയാണ് ക്രൂശ്. നമ്മുടെ തെറ്റുകൾക്ക് വേറെ പരിഹാരമാർഗങ്ങളൊന്നുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലമാണ് ക്രൂശ്. നമ്മുടെ തെറ്റുകൾക്ക് വേറെ പരിഹാരമാർഗമുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം ഒരു വിഡിതമായിരുന്നുവെന്നും യേശു ക്രിസ്തുവിന് ഒരു അബദ്ധം പറ്റിയെന്നും കൂടെ പറയേണ്ട ആവശ്യമായിട്ട് വരുമായിരുന്നു, അല്ലേ? പ്രവൃത്തികൾ കൊണ്ട് നേടാൻ സാധിക്കുന്ന ഒന്നിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകേണ്ട ആവശ്യമുണ്ടോ? മതാചാരം കൊണ്ട് നേടുവാൻ സാധിക്കുന്ന ഒന്നിനു വേണ്ടി ജീവൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ലോകത്തിലൊരു സംവിധാനത്തിനും കഴിയാതിരിക്കെ അത് വരുത്തിയ ഏക ക്രമീകരണം എന്ന് പറയുന്നത് കാൽവരിയാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരേ ഒരു ക്രമീകരണമാണ് കാൽവരി. മറ്റ് പരിഹാരമാർഗം ഉണ്ടായിരുന്നെങ്കിൽ, മറ്റ് പ്രായശ്ചിത്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഒരു വിഡിതമായിരുന്നു എന്ന് കൂടെ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം തന്നെ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണത്താൽ നീതി വരുമെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. യേശു ക്രിസ്തുവിൻ്റെ മരണം വെറുതെ ആയി പോയില്ല എന്ന്. എങ്ങനെ? ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങൾ കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം ഒരു വിഡിത്തമായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമായിട്ട് വരികയില്ല എന്ന്. വെറുതെ ആയിപ്പോയി എന്ന് പറയേണ്ട ആവശ്യമായിട്ട് വരികയില്ല എന്ന്. എന്നാൽ ഒരിക്കലും പറയേണ്ട ആവശ്യമായിട്ട് വരികയില്ല. കാരണം ഇതല്ലാതെ വേറൊരു പരിഹാരമാർഗം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയില്ല. ഇതല്ലാതെ വേറൊരു പ്രായശ്ചിത്തം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയില്ല. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ഏക പരിഹാരമാർഗമാണ് ക്രിസ്തുവിൻ്റെ കുരിശ്. നമ്മുടെ തെറ്റുകളുടെ ശിക്ഷ നമ്മുടെ സ്ഥാനത്ത് അനുഭവിക്കാൻ തയ്യാറായ യേശു ക്രിസ്തുവുണ്ട്.
എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം? കർത്താവിന് മുമ്പിൽ പറയേണ്ട ലളിതമായൊരു യാഥാർത്ഥ്യമുണ്ട്. യേശുവേ, ഞാൻ പാപിയൊരു വ്യക്തിയാണ്. എൻ്റെ പാപങ്ങൾക്ക് എനിക്കായിട്ട് പരിഹാരമൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഞാൻ തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു. കർത്താവെ, അവിടുന്ന് ന്യായം വിധിച്ചാൽ നിത്യനരകത്തിൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ചെന്ന് അവസാനിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ സ്ഥാനത്ത് എൻ്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുക്കുവാൻ അവിടുന്ന് മനസ്സ് കാണിച്ചല്ലോ. കാൽവരിയിൽ എനിക്ക് വേണ്ടി ഒരു കൊടും കുറ്റവാളിയെപ്പോലെ പിടഞ്ഞു മരിക്കുവാൻ അവിടുന്ന് മനസ്സ് കാണിച്ചല്ലോ. ദൈവമേ, ഞാൻ അംഗീകരിക്കുന്നു. കർത്താവെ, ഞാൻ നന്ദി പറയുന്നു. എൻ്റെ തെറ്റുകളുടെ ശിക്ഷ എനിക്ക് പകരം ഏറ്റെടുത്തതുകൊണ്ട് ഇത് വിശ്വസിക്കാനുള്ള മനസ്സാണ് നമ്മുടെ തെറ്റുകളെ പരിഹരിച്ചു തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിലേക്ക് ദൈവം നിങ്ങൾ നയിക്കട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി പറയുക, വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവെ, അവിടുന്ന് കുരിശിൽ തറക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ സ്ഥാനത്ത് ഒരു പകരം മരണമായിരുന്നു അവിടുന്ന് കാൽവരി മരിച്ചത്. ഞാനത് അംഗീകരിക്കുന്നു ദൈവമേ, ഞാനത് വിശ്വസിക്കുന്നു കർത്താവെ എന്ന് ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരാൻ ദൈവം തയ്യാറാണ്. ദൈവം വെച്ചിരിക്കുന്ന വളരെ ലളിതമായൊരു വ്യവസ്ഥയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ അംഗീകരിക്കാനുള്ള മനസ്സ്, യേശുവിൻ്റെ ക്രൂശിനെ വിശ്വസിക്കാനുള്ള മനസ്സ്. ക്രിസ്തുവിൻ്റെ മരണത്തെ തിരിച്ചറിയുന്ന ഭൂരിപക്ഷം ആളുകൾക്കും പറ്റുന്നൊരു വലിയ അബദ്ധമുണ്ട്. അവർ ഈ മരണത്തെ തങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസമായി സ്വീകരിക്കുവാൻ മറന്നു പോകുന്നവരാണ്. ക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടി ഒഴുക്കമ്പട്ടിൽ മറുപടി പറയുന്ന നൂറുകണക്കിന് ആളുകളും തങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നു എന്ന് തിരിച്ചറിവില്ലാത്തവരായി അഥവാ വിശ്വാസമില്ലാത്തവരായി തീരാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്കുള്ള ഏക പ്രായശ്ചിത്തമാണെന്നും ഇത് മാത്രമാണ് ഏക പരിഹാരമെന്നും വിശ്വസിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും എന്നേക്കുമായൊരു മോചനമുണ്ട്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരും. സ്വർഗത്തിൻ്റെ അവകാശികളാക്കി ദൈവം അവരുടെ ജീവിതങ്ങൾ വ്യത്യാസപ്പെടുത്തും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ബലിമരണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ നടന്ന മരണം എനിക്ക് പകരമുള്ള മരണമായിരുന്നുവെന്ന് അംഗീകരിച്ച്, എൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടുള്ള മരണമായിരുന്നു അംഗീകരിച്ച് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനവും സ്വർഗരാജ്യത്തിന് അവകാശികളുമായി തീരുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുമാറാകട്ടെ. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു പ്രായശ്ചിത്ത മരണമാണ്, പകരം മരണമാണ്. വാസ്തവത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ട വ്യക്തിയായിരുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചത്? അത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. അതൊരു പ്രായശ്ചിത്ത മരണമായിരുന്നു, പാപപരിഹാര ബലിയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നീതിമാനായി, നിഷ്കളങ്കനായി, വിശുദ്ധനായി ജീവിച്ചു. ക്രൂശിൽ കടന്ന കള്ളൻ പറഞ്ഞു, ഇവനോ അരുതാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ശതാധിപൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നീതിമാനായ, ഒരു കുറ്റവും ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരണമടഞ്ഞു. എന്തിനു വേണ്ടിയാണ്? പാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി, പാപം ചെയ്തതായിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല.
അതേ പ്രിയപ്പെട്ടവരെ, അതൊരു പ്രായശ്ചിത്ത മരണമായിരുന്നു, അതൊരു പകരം മരണമായിരുന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. ഞാൻ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം ചാട്ടുവാറടികൾ ഏൽക്കേണ്ട സ്ഥാനത്ത് ക്രൂശിൽ മരിക്കുന്നതിന് പകരം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു പകരം മരിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരും രക്ഷിക്കുക എന്നുള്ളതാണ്. ആ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ആ ബലി മുഖാന്തരം എൻ്റെ പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന വിടുതൽ ലഭിച്ചു എന്നും നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. നിത്യ രാജ്യത്തിന് അവകാശികളായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുത്തെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. ഒരു പാപപരിഹാര ബലിയാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ അർപ്പിച്ചത്. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത്, കർത്താവേ, എൻ്റെ കൈകാലുകൾ ആണിയടിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ അവിടുത്തെ കാൽവരിയിലെ ക്രൂശിലെ മരണം എൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ.